CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 16 പരാതികൾ പരിഗണിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AA റഷീദ് പരാതികൾ പരിഗണിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ KU കേൽക്കർ ജില്ലയിലെത്തി. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് ഓഫീസർ ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. 30 വർഷം മഹലിനായി സേവനം ചെയ്ത് പിരിഞ്ഞു പോകുന്ന മഹൽ ഖാസിക്ക് നാടിന്റെ സ്നേഹാദരം. മണ്ണാർക്കാട് കുമരംപുത്തൂർ മഹൽ ഖാസിയായിരുന്ന CP അബൂബക്കർ ഫൈസിക്കാണ് മഹൽ നിവാസികൾ യാത്രയപ്പ് നൽകിയത്. പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മയെ മാനഹാനിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിന് 2 വർഷം 3 മാസം തടവും 20,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോനാണ് ശിക്ഷ വിധിച്ചത്. വീട്ടമ്മയെ മാനഹാനിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിന് 2 വർഷം 3 മാസം തടവും 20,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോനാണ് ശിക്ഷ വിധിച്ചത്. തെങ്കര ചേറുംകുളം കരിമ്പൻകുന്ന് ചേലപ്പാറ വീട്ടിൽ സാബുവിനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസത്തെ അധിക കഠിന തടവും അനുഭവിക്കണം. 2023 ജനുവരി 1 കേസിനാസ്പദമായ സംഭവം. വീട്ടുമുറ്റത്തേക്ക് അതിക്രമിച്ചു കയറി വീട്ടമ്മയെ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് കേസ്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ DYSP VA കൃഷ്ണദാസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ഗ്രേഡ് ASIമാരായ പ്രിൻസ് മോൻ, ജ്യോതിലക്ഷ്മി എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് P ജയൻ ഹാജരായി. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷിണി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. CCN മണ്ണാർക്കാട്. 30 വർഷം മഹലിനായി സേവനം ചെയ്ത് പിരിഞ്ഞു പോകുന്ന മഹൽ ഖാസിക്ക് നാടിന്റെ സ്നേഹാദരം. മണ്ണാർക്കാട് കുമരംപുത്തൂർ മഹൽ ഖാസിയായിരുന്ന CP അബൂബക്കർ ഫൈസിക്കാണ് മഹൽ നിവാസികൾ യാത്രയപ്പ് നൽകിയത്. പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അടുത്തത് സമരസ്ഥ കേരള സീനിയർ സ്റ്റുഡന്റ് ഫെഡറേഷൻ കുമരംപുത്തൂർ പള്ളിക്കുന്ന് ശാഖ കമ്മിറ്റി നൽകുന്ന ഉപഹാരം നൽകുന്നതിന് വേണ്ടി ശാഖാ പ്രസിഡന്റ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സുബ്രഹ്മണ്യൻ ആൻ ചന്ദ്രൻ നൽകുന്ന ഉപഹാരം ഇരുവരെയും വിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. കുമരംപുത്തൂർ പഴയപള്ളി മഹൽ ഖാസിയും ഖത്തീബും മുദരീസുമായിരുന്ന CP അബൂബക്കർ ഫൈസിക്കാണ് മഹൽ കമ്മിറ്റിയും നാട്ടുകാരും യാത്രയപ്പ് നൽകിയത്. കുമരംപുത്തൂർ പള്ളിക്കുന്ന് പഴയ ജുമാ മസ്ജിദിൽ നീണ്ട 30 വർഷത്തെ സേവനത്തിനു ശേഷമാണ് അബൂബക്കർ ഫൈസി കുമരംപുത്തൂരിൽ നിന്നും വിട പറയുന്നത്. ഖാസി എന്നതിലുപരി സൗമ്യ സ്വഭാവം കൊണ്ടും മഹലിലെ ഇതര മതസ്ഥരോടുള്ള പെരുമാറ്റം കൊണ്ടും അബൂബക്കർ ഫൈസി വ്യത്യസ്തനായിരുന്നു. യാത്രയപ്പ് പരിപാടിയിൽ ഇതര മതത്തിൽപ്പെട്ടവരും അദ്ദേഹത്തെ ആദരിച്ചു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മദ്രസ സ്റ്റാഫ് അസോസിയേഷൻ നൽകുന്ന പരിപാടി പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓരോ കുട്ടിക്കും 28,000 30,000 രൂപ ഒരു വർഷത്തേക്ക് ഫീസ് വേണമെന്ന് പറയുമ്പോൾ അതിലേക്ക് 60ഉം 70ഉം കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ തന്നെ വരുന്ന കാഴ്ചയാണ് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മദ്രസ എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു എല്ലാവരും നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ദീനറിയുന്ന
ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനെ സഹകരിച്ച ഇതിനുവേണ്ടി പരിശ്രമിച്ച ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ നാട്ടുകാർ, മറ്റു ഇതര മതവിശ്വാസികൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. 400, 500, 600, 800 വർഷങ്ങളുടെ പഴക്കവും പാരമ്പര്യവുമുള്ള പട്ടണങ്ങൾ, ചരിത്രം, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ കുമരമ്പത്തൂർ പള്ളിക്കുന്ന് മാതൃകയാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഒരു മദ്രസാധ്യാപകനായി കടന്നു വന്ന് ഖത്തീബും കാളിയും ഒക്കെയായി പ്രവർത്തിച്ച് 3 പതിറ്റാണ്ട് കാലം നിങ്ങളിൽ ഒരുവനായി, നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായി പ്രവർത്തിച്ച ഒരാൾ ഒരു മദ്രസാധ്യാപകൻ്റെ യാത്രയപ്പ് അല്ലെങ്കിൽ ഒരു കാളി വേറൊരിടത്തേക്ക് മാറിപ്പോകുമ്പോൾ ഇത്രയേറെ ആളുകൾ, സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ചേർന്ന് ഒരു യാത്രയപ്പ് കൊടുക്കുക എന്നുള്ളതും വളരെ അപൂർവമാണ്. തുടർന്ന് അബൂബക്കർ ഫൈസി മറുപടി പ്രസംഗം നടത്തി. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റുപോവുകയാണ്. എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൽബിലിട്ട് തന്ന മഹബ്ബത്ത്, ആ മഹബ്ബത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകമ്പയും മഹബ്ബത്തും ഇട്ട് തന്ന ആ അനുകമ്പ നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റില്ല. പള്ളിക്കുന്ന് മിസ്ബഹുൽ ഹുദ മദ്രസയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹല്ല് കാസി മുഹമ്മദ് കുട്ടി ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് ഹാജി അധ്യക്ഷനായ ചടങ്ങിൽ AP റഹീം ഫൈസി, സുഹൈൽ റഹ്മാനി, അലവി ഫൈസി കുളപ്പറമ്പ്, മുഹമ്മദ് കുട്ടി ഫൈസി, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, സീതിക്കോയ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ മറ്റ് മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ, മറ്റു പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് 12, 13 തീയതികളിൽ 6 സിഗ്മ ഫ്രറ്റേണൽ ക്രിക്കറ്റ് സംഘടിപ്പിക്കും. രാവിലെ 7:30 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരം. ടൂർണമെന്റിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടാകും. ലഹരിക്കെതിരെ പേടണിയാം എന്ന സന്ദേശവുമായുള്ള ക്രിക്കറ്റ് മത്സരത്തിൽ ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നിന്നും വെള്ളിനേഴി, തൃക്കടീരി, ചളവറ, നെല്ലായ, വല്ലപ്പുഴ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള 10 ടീമുകൾ പങ്കെടുക്കും. വിജയികൾക്കും റണ്ണേഴ്സപ്പിനും വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് 7:30 പൊട്ടച്ചിറ ഹെവൻ സ്കൂളിൽ താരലേലം സംഘടിപ്പിക്കും. 20 വയസ്സിൽ താഴെയുള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. ലഹരിക്കെതിരെ പാടണിയാം എന്നതാണ് നമ്മുടെ ടൂർണമെന്റിന്റെ ക്യാപ്ഷനാക്കി വെച്ചിട്ടുള്ളത്. വർദ്ധിച്ചു വരുന്ന ലഹരി വിരുദ്ധത്തിനെതിരെ ഒരു ക്യാമ്പയിൻ എന്നതുകൂടി ഇതിന്റെ ഉദ്ദേശമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു സംഗതിയുള്ളത് ഞാൻ സൂചിപ്പിച്ചു. ഒരു മെഡിക്കൽ ചെക്കപ്പ്, കണ്ടുപരിശോധന ക്യാമ്പ് അതിൻ്റെ കൂടെ നമ്മൾ സൗജന്യമായി ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതോടൊപ്പം ചെറുപ്പശ്ശേരി ഭാഗങ്ങളിൽ ഈ പറയപ്പെട്ട പഞ്ചായത്തുകളിലൊക്കെ മുൻകാല കളിക്കാരെ ആദരിക്കലും അവർക്ക് വേണ്ടി ഒരു പ്രദർശന മത്സരവും ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് ഈ ടൂർണമെന്റിന്റെ ഇടയിൽ ഒരു പ്രദർശന മത്സരമായി നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതാണ് മൊത്തത്തിൽ ടൂർണമെന്റുമായി സൂചിപ്പിക്കാറുണ്ട്. ഇതിൽ നമ്മൾ നിയമ മേഖലയിലും അതുപോലെ ചെർപ്പുളശ്ശേരി ഭരണ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി മറ്റുള്ള ആളുകളായിട്ടൊക്കെ സഹകരിച്ചിട്ടും അവരുടെ ഒരു പിന്തുണയോടും കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്ഘാടന വേളയിലും സമാപന വേളയിലും വിശിഷ്ട അതിഥികൾ പങ്കെടുക്കും. അപ്പോൾ എല്ലാ ആളുകളെയും ഈ ടൂർണമെന്റിലേക്ക് വീക്ഷിക്കാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഫ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് തബ്സീർ, ടൂർണമെന്റ് കോർഡിനേറ്റർ മുബഷീർ ഷർക്കി, സംഘാടക സമിതി അംഗങ്ങളായ J. ജാബിർ, VM സാദിഖ് എന്നിവർ ചെർപ്പുളശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം സർക്കാർ UP സ്കൂളിന്റെ 104ാം വാർഷികാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന NA സുധയ്ക്കുള്ള യാത്രയപ്പും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു.
രാവിലെ 9 മണിക്ക് ഹെഡ്മാസ്റ്റർ MP ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈകുന്നേരം 5 മണിക്ക് ശലഭോത്സവം പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറി. കുട്ടികൾക്കുള്ള എൻഡോമെന്റ് വിതരണം കടമ്പഴിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് T. രാമകൃഷ്ണൻ നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ MP ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മക്കളെ വളർത്തുന്നതിനും അവർക്ക് നല്ല വിവേകവും നല്ല അറിവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ നേടി സമൂഹത്തിലെ ഏറ്റവും നല്ല പൗരന്മാരാക്കി മാറ്റുകയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിൻ്റെ വാർഷികത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചവരും നമ്മളെ ഏകോപിപ്പിച്ചവരും അവരൊരു മഹത്തായ കർമ്മമാണ് നിർവഹിച്ചത്. നമ്മളും അത് തുടരണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി. ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിലാണ്. പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുടെയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കൂടുതൽ മികവുറ്റ സ്കൂളാക്കി മാറ്റാൻ കഴിയും. കൂടുതൽ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും. അവരെ ഉന്നതിയിൽ എത്തിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെർപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജൻ മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക NA സുധ ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം, ELEP റിസോഴ്സ് ടീച്ചറായ VS ശ്രീലജ ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണം, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയിയായ പൂർവ്വ വിദ്യാർത്ഥി സാകേത് VKയ്ക്കുള്ള ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് പ്രസിഡന്റ് P. ശാസ്തകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി, കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത കല്ലടി, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ നേർന്നു. വിരമിക്കുന്ന അധ്യാപിക NA സുധ മറുമൊഴി പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി A. രമണി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ സർഗവിരുന്ന് അരങ്ങേറി. CCN കടമ്പഴിപ്പുറം. ചത്തല്ലൂർ പനക്കുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 9-ന് ആഘോഷിക്കും. തട്ടകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള വേലകൾ, ഗജനിര, പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന മേളം, പൂതൻ, തിറ, പൂക്കാവടി, ശിങ്കാരിമേളം, തമ്പോല എന്നിവ പൂരത്തിന് കൊഴുപ്പേകും. രാവിലെ വടക്കൻ ദേശവേല സമർപ്പിക്കുന്ന ആറാട്ട്, തിരുവല്ല രാധാകൃഷ്ണന്മാരാർ, ചെർപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം, ആനസമേതം തിരിച്ചെഴുന്നള്ളിപ്പ്, ഓട്ടൻതുള്ളൽ എന്നിവ നടക്കും. വൈകിട്ട് വടക്കൻ, തെക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ, മണപ്പുളിത്തറ, മണലമ്പുറം, ആറ്റാശ്ശേരി, തൃപ്പൂലിക്കൽ, വടക്കൻ വിളിനേഴി, കുറ്റാനശ്ശേരി തുടങ്ങിയ 16 ദേശവേലകളിലായി 18-ലധികം ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6-ന് ദേശവേലകളുടെ പ്രദക്ഷിണം, പൂരപ്പറമ്പിൽ കൂട്ടിയെഴുന്നള്ളിപ്പ്, പൂരം കൊട്ടിയിറങ്ങൽ, ശിവശൈലേശ്വരൻ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം, ഗുരുവായൂർ ക്ഷേത്രം വാദ്യകലാ വിദ്യാലയം അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യ സമേതം വടക്കേനടയിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ്, രാത്രി പൂരപ്പറമ്പിൽ കോമഡി ഷോ എന്നിവയും നടക്കും. 10-ന് വൈകിട്ട് യാത്രാബലി, പുഴയ്ക്കൽ ആറാട്ട്, എഴുന്നള്ളിപ്പ്, ആറാട്ടുകടവിൽ ആറാട്ട്, തിരിച്ചെഴുന്നള്ളിപ്പ്, പ്രദക്ഷിണം, കൊടിയിറക്കൽ എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും. CCN ചത്തല്ലൂർ. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പ്രസിഡന്റ് KM ഹനീഫ നിർവഹിച്ചു. സുരക്ഷാ ഉപകരണങ്ങളായ കയ്യുറ, കാലുറ എന്നിവയാണ് വിതരണം ചെയ്തത്. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KK ഷൌക്കത്ത് അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ C. ചാമി, EK ബഷീർ, ഖദീജ കാസിം, C. വിജിത എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട K. സലീഖയ്ക്ക് ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ഏരിയ സെക്രട്ടറി K. ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P. അരവിന്ദാക്ഷൻ, K. ശ്രീധരൻ, AK ഷീലാദേവി, B. രാജേഷ് എന്നിവർ സംസാരിച്ചു. കടമ്പഴിപ്പുറ ലോക്കൽ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. രാമചന്ദ്രൻ, P. സുബ്രഹ്മണ്യൻ, ലോക്കൽ സെക്രട്ടറി C. കൃഷ്ണൻകുട്ടി, AP ബഷീർ, C. രമേശ് എന്നിവർ സംസാരിച്ചു.
CCN കടമ്പഴിപ്പുറം. മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ചേംബർ ടവറിന്റെ ശിലാസ്ഥാപനം ഏപ്രിൽ 9 കോട്ടക്കുന്നിൽ നടക്കും. വൈകിട്ട് 4:30 മലബാർ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ MP അഹമ്മദ് തറക്കല്ലിടൽ നിർവഹിക്കും. മലപ്പുറത്തിലേക്ക് എന്തൊക്കെയാണോ നമ്മുടെ മലപ്പുറം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് നമ്മുടെ വ്യവസായ വ്യാപാര രംഗത്തുള്ള പ്രയാസങ്ങൾ അതിന്റെ സൊല്യൂഷൻ കൊടുക്കാറുണ്ട്. ഒരു ആർബിട്രേഷൻ സെന്റർ കൂടി അവിടെ മിക്കവാറും ഹൈക്കോടതിന്റെ പെർമിഷനോട് കൂടി അവിടെ കൊണ്ടുവരാനുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ചെയർമാന്റെ വിശാലമായ ഓഫീസ്, ഇപ്പൊ നമുക്ക് വലിയൊരു ഓഫീസില്ലാത്തതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ മലപ്പുറം ചേംബറിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് ഓഫീസ് ഇത്ര സ്റ്റാഫ് വേണമെന്നൊക്കെയുണ്ട്. അതിന്റെയൊക്കെ പരിമിതികൾ നമുക്കുണ്ട്. അതൊക്കെ പുതുതായി വന്ന നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറാൻ നമുക്ക് പറ്റിയിട്ടില്ല. ആ ഒരു മാറ്റം ഇമ്മീഡിയറ്റ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത് 1 വർഷവും 8 മാസവുമാണ്. ജില്ലയിലെ വ്യാപാരി വ്യാവസായിക ഉന്നമനത്തിന് ഉതകുന്ന ഓഫീസ് സമുച്ചയമാണ് കോട്ടക്കുന്നിൽ നിർമ്മിക്കുന്നത്. തുടർന്ന് മലപ്പുറം വുഡ്ബൈൻ വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ ET മുഹമ്മദ് ബഷീർ MP, P ഉബൈദുള്ള MLA, ജില്ലാ കളക്ടർ VR വിനോദ്, മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി, മലപ്പുറം SP വിശ്വനാഥ് എന്നിവർ പങ്കെടുക്കും. മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ്, പ്രോജക്ട് ചെയർമാൻ KV അൻവർ, ചേംബർ പ്രോജക്ട് CEO പരിമുനീർ, ചേംബർ സെക്രട്ടറി KP റിയാസ് ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 16 പരാതികൾ പരിഗണിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് AR റഷീദ് പരാതികൾ പരിഗണിച്ചു. കുടിവെള്ള കണക്ഷൻ അനുവദിക്കുന്നില്ലെന്ന കൊണ്ടോട്ടി സ്വദേശിയുടെ പരാതി പരിഗണിച്ച കമ്മീഷൻ പരാതിക്കാരന് അടിയന്തരമായി കണക്ഷൻ നൽകാനും 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും കൊണ്ടോട്ടി നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പഞ്ചായത്ത് അധികൃതർ കെട്ടിട നമ്പർ അനുവദിക്കുന്നില്ലെന്ന കാഞ്ഞിയൂർ സ്വദേശിയുടെ പരാതിയും കമ്മീഷൻ പരിഗണിച്ചു. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ച് കെട്ടിട ഉടമ പുതിയ അപേക്ഷയും അനുബന്ധ രേഖകളും നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതോടെ തുടർ നടപടികൾ അവസാനിപ്പിച്ചു. KSRTCയിൽ നിന്നും വിരമിച്ചതിനു ശേഷം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്ന കോഡൂർ സ്വദേശിയുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചതായി KSRTC അധികൃതർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തുടർ നടപടികൾ അവസാനിപ്പിച്ചു. പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന തിരുനാവായ സ്വദേശിയുടെ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാൻ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി കൈമാറി. CCN മലപ്പുറം. മണ്ണാർക്കാട് തെങ്കര പുഞ്ചക്കോട് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. അട്ടപ്പാടിയിൽ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനായി എത്തിയ കരാർ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അടൂർ സ്വദേശി കിരൺ, ആസാം സ്വദേശി പ്രദീപ്, കൊല്ലം അഞ്ചൽ സ്വദേശി മോഹനൻ, അസാം സ്വദേശി സുബൻ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ഇവരെ മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ കിരൺ, പ്രദീപ് എന്നിവർക്ക് ഗുരുതരമായ പരിക്കുള്ളതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. അട്ടപ്പാടിയിൽ വൈദ്യുതി ലൈൻ വലിക്കുന്നതിനായി എത്തിയ കരാർ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. CCN മണ്ണാർക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ജില്ലയിലെത്തി. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് ഓഫീസർ ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, മണ്ഡലം വരണാധികാരി, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തുടങ്ങി വിവിധ തലങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. രാവിലെ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പ്രാഥമിക യോഗത്തിനു ശേഷം സിവിൽ സ്റ്റേഷനിലെ EVM, VVPAT ഡിപ്പോയും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സന്ദർശിച്ചു. ഉച്ചയ്ക്കു ശേഷം ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് ഉൾപ്പെടെ പോലീസ് ഓഫീസർമാർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ, ബാങ്ക് പ്രതിനിധികൾ എന്നിവരുടെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇല്ലാത്ത ഇടങ്ങളിൽ എത്രയും പെട്ടെന്ന് BLOമാരെ നിയമിക്കാൻ CEO നിർദ്ദേശിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ്, അഡീഷണൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ റോസി RS, പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ PM സനീറ, നിയോജക മണ്ഡലത്തിന്റെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ P സുരേഷ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസം നിലമ്പൂരിൽ തങ്ങി ഒരുക്കങ്ങൾ വിലയിരുത്തുന്ന CEO ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. പുതുതായി 59 പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂരിലുള്ളത്. മണ്ഡലത്തിൽ 1,11,692 പുരുഷ വോട്ടർമാരും 1,16,813 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. പോളിംഗ് സാമഗ്രികൾ ശേഖരിക്കാനും വോട്ടെണ്ണൽ കേന്ദ്രമായും തീരുമാനിച്ചത് ചുങ്കത്തറ
മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ്. CCN മലപ്പുറം. മലപ്പുറം ഊരകം കൃഷി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കല്ലേങ്ങൽപ്പടി അംഗൻവാടിയിൽ കൃഷി ചെയ്ത ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വേങ്ങര ബ്ലോക്ക് പ്രസിഡന്റ് ബൻസീറ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ മാലതി, ഹെൽപ്പർ പ്രമീള, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. തക്കാളി, വെണ്ട, വഴുതിന, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്തത്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 16 പരാതികൾ പരിഗണിച്ചു. തിരൂർ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദ് പരാതികൾ പരിഗണിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ K. U. കേൽക്കർ ജില്ലയിലെത്തി. തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ തിരഞ്ഞെടുപ്പ് ഓഫീസർ ബുധനാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. 30 വർഷം മഹലിനായി സേവനം ചെയ്ത് പിരിഞ്ഞു പോകുന്ന മഹൽ ഖാസിക്ക് നാടിന്റെ സ്നേഹാദരം. മണ്ണാർക്കാട് കുമരംപുത്തൂർ മഹൽ ഖാസിയായിരുന്ന CP അബൂബക്കർ ഫൈസിക്കാണ് മഹൽ നിവാസികൾ യാത്രയപ്പ് നൽകിയത്. പാണക്കാട് സാബിക് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മയെ മാനഹാനിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവിന് 2 വർഷം 3 മാസം തടവും 20,500 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോനാണ് ശിക്ഷ വിധിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.